വിശ്വനാഥ് ആൻഡ് സൺസ് ദ വൺ സൂര്യനായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം നമ്മുടെ മമിത ബൈജു ആണ് ഇതിൻ്റെ നായികയായിട്ട് വരുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. വെങ്കയ്യട്ടൂരിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്കി ഭാസ്കർ പോലൊരു കിടിലൻ സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയാണിത്. അതുപോലെ സൂര്യണ്ണൻ്റെ കറുപ്പ് പോലുള്ളൊരു ഒരു വലിയ ഹിറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് കറുപ്പിൻ്റെ ട്രെയിലറും ടീസറൊക്കെ ഒരു സമയത്ത് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരേ ടൈമിലൊക്കെ ഷൂട്ടിങ് നടന്ന സിനിമയാണ്. സോ ഇത് ഈ വർഷം തന്നെ സൂര്യണ്ണൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. സോ അണ്ണനെങ്കിലും തമിഴിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അണ്ണനെങ്കിലും കൃത്യമായിട്ട് സിനിമകൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. വല്ലപ്പോഴെങ്കിലും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. തമിഴ് ഇൻഡസ്ട്രിയിലെ എല്ലാ ആളുകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമ ചെയ്യാറുണ്ട്. സോ ബാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും പല മേഖലയിലുമാണിപ്പോൾ. സോ കിടിലൻ സിനിമകൾ വരട്ടെ. ഏതായാലും ഇതിൻ്റെ ട്രെയിലർ നമുക്ക് കാണാം. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, രാധിക ശരത് കുമാർ ഷൂട്ടറാണ്. ഓക്കെ, വിഷ്വൽ കാണാൻ അണ്ണൻ വേറെ ലെവലാണ്. ഇന്ത്യ, ഓ നവീൻ നോലി, who is that? Okay. ഇതൊരു പക്ക വൈബ് ഫാമിലി എൻ്റർടൈനർ സെറ്റപ്പാണ്. ഓക്കെ, ഓക്കെ, നിമിഷ്, ഓ നിമിഷാണല്ലേ അതിൻ്റെ, ജി പ്രകാശ്. மனுஷங்க பிரியறது சண்டை போடுறதுனால இல்லைங்க, சண்டைக்கு அப்புறமா எப்படி பேசுறதுன்னு தெரியாததுனால தான். ஜெயிக்கிற வரைக்கும் நிற்கக்கூடாது. ஜெயிச்சதுக்கு அப்புறம் அதை பற்றியே பேசிட்டு கூடாது. മ്യൂസിക് വെങ്കി അഡ്ലൂരി. இது பென்ஸ் 540K ஸ்கோர் வாட். இப்போ எதுக்கு சந்திரமுகி ஜோதிகா மாதிரி பிஹேவ் பண்ற? അത് മനസ്സിലാകണമെങ്കിൽ ഹോട്ട് വീൽ ലവർ കാണണം. ഓക്കെ, ഇതൊരു പക്ക എന്താ പറയുക, ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ കോമഡി വൈബ് സിനിമയാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്തോ ഒരു സീരിയസ് നോട്ട് ഇതിൻ്റെ ബാക്കിലുണ്ടോ എന്നറിയില്ല. വെങ്കി അഡ്ലൂരി അങ്ങനെ ഒരു ചെറിയ സാധനം എവിടെയെങ്കിലുമൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇത് പക്ക ഒരു വൈബ് സിനിമയാണ്. കറുപ്പ് എന്ന് പറയുന്ന സിനിമയാണ് ലാസ്റ്റ് സൂര്യണ്ണൻ്റെ റിലീസായത്. അത് കുറച്ചുകൂടി ഒരു മാസ് പരിപാടിയായിരുന്നു. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് പക്ക ഒരു ജോളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കോമഡി ഫൈറ്റ് അതൊക്കെയുള്ള ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് വെങ്കി അഡ്ലൂരി ഒരുക്കിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ബട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ സാധനം കുഞ്ഞിനെ സംബന്ധിച്ച് ടേക്ക് കെയർ ചെയ്യാൻ വരുന്ന ഒരാളായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം ഒരു സംഭവം കൂടെ, ഒരു മെഡിക്കൽ പരിപാടിയും കൂടെ ഉണ്ട്. അതല്ലാതെ ഒരു ക്ലീൻ ഒരു ഫാമിലി എൻ്റർടൈനർ. സൂര്യൻ്റെ അങ്ങനത്തെ ഒരു സിനിമ കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. എന്താ പറയുക, ഒരു വൈബ്. ലാസ്റ്റ് വന്നൊരു ഫാമിലി പടം ഉണ്ട്, അത് എത്ര അങ്ങോട്ട് പോരായിരുന്നു. അപ്പോൾ ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ടെറിട്ടറിയാണ്. ഒരു കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമ.
കംപ്ലീറ്റ്ലി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് വിചാരിക്കുന്നു. മമിത ഇപ്പം തമിഴിലാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. സോ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, കുറച്ച് യങ് ആയിട്ടുള്ളൊരു കുട്ടി, ഒരു 10-20 അത്രയും വയസ്സുള്ളൊരു കുട്ടി, ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ പ്രണയിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ഒരു വൺ ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ്. ബട്ട് ഒരു സ്ട്രോങ് ഒരു പോയിൻ്റ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എഡിറ്റിംഗ്, മ്യൂസിക് ജി വി പ്രകാശ് വേറെ ലെവലാണ്. വൺസ് ഇങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ് നെക്സ്റ്റ് ലെവലാണ്. കിടിലൻ മ്യൂസിക്കാണ്, പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരു കിടിലൻ എൻ്റർടൈനർ തന്നെ വരട്ടെ. ഈ പറഞ്ഞ പോലെ സൂര്യണ്ണൻ അദ്ദേഹമെങ്കിലും ഇതുപോലെ ഒരു പടമെങ്കിലും വർഷത്തിൽ, അല്ലെങ്കിൽ 2 പടം ഇതുപോലെ 2-3 ഒക്കെ തന്നാൽ എല്ലാവരും കാണും. സോ അദ്ദേഹത്തിന് നല്ലൊരു സിനിമ തിയേറ്ററിൽ വരട്ടെ. ഓഗസ്റ്റ് 14-നാണ്. സോ ഓണം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇതോടുകൂടി അങ്ങ് തുടങ്ങുകയാണ്. ഇന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നിന്നും വരുന്നുണ്ട്. സോ തമിഴിൽ നിന്ന് ഇതാണ് വരുന്നത്. സോ ഒരു കിടിലൻ എൻ്റർടൈനർ തന്നെ ആകട്ടെ, അല്ലെങ്കിൽ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ട്രെയിലർ കൊള്ളാം. കിടിലൻ ട്രെയിലർ, അടിപൊളിയാണ്. ഒരു എക്സൈറ്റ്മെൻറ്റ്, ക്യൂരിയോസിറ്റി ഒക്കെ തരുന്ന ഒരു ഫൺ പാക്ഡ് ത്രില്ലർ എന്ന് പറയുന്നത് ഫൺ പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.